ചിന്ന ചിന്ന ആസ, അതിന് മുന്നേ 100ഓളം പാട്ടുകള്. ചിന്ന ചിന്ന ആസൈ സിറകടിക്കും ആസൈ. ചേച്ചി ഒരു ഫണ്ണായിട്ട് പറഞ്ഞു, ഐസിയിൽ വെച്ചായിരുന്നു ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചിരുന്നത് എന്റെ അച്ഛൻ. പണ്ടൊന്നല്ല, അത് ഞാൻ ചിരിച്ചോണ്ട് പറഞ്ഞേ ഉള്ളൂ. ശബ്ദമില്ലാത്ത ഗായികയെ കല്യാണം കഴിച്ച ഒരാള്. ഈ വീട് നിങ്ങൾ കണ്ടില്ലേ? ഇതുപോലെ ഒരു 4-5 വീട് വെക്കാനുള്ള പൈസ മിൻചേച്ചിയുടെ തൊണ്ടയ്ക്ക് വേണ്ടി ചെലവ് ചെയ്ത ആളാണത്. എനിക്ക് വേണ്ടി എൻ്റെ ശബ്ദം തിരിച്ചു വരണം എന്നുള്ള ആ ഒരു ആഗ്രഹം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ജീവിച്ച വ്യക്തിയാണ്. പെട്ടെന്ന് പോയാൽ കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തല്ല സാറ്. നമ്മളങ്ങനെ ആഗ്രഹിക്കാനും പാടില്ല. കാരണം അവരുടെയൊക്കെ ഞാൻ പണ്ട് പോയിരുന്ന ആ ഒരു സ്വാതന്ത്ര്യത്തോടെ ആ വീട്ടിലേക്ക് ഇപ്പൊ എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ അത്രമാത്രം ആരാധിക്കുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണത്. അപ്പൊ ആ വ്യക്തിയെ ഞാൻ ഒരിക്കലും എനിക്ക് വെറുക്കാനോ ദേഷ്യപ്പെടാനോ ഒന്നും സാധിക്കില്ല. സങ്കടപ്പെട്ടിരുന്നു പോലെ, നല്ല വിഷമം ഉണ്ടായിരുന്നു. ജീവിക്കണ്ടെന്ന് തോന്നിയ സമയങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ പാട്ടിന് വേണ്ടി ജീവിച്ച അപ്പച്ചനാണ്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. നമസ്കാരം നമസ്കാരം നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. ഇന്ന് എന്റെ ഷോയിലുള്ളത് ഒരു ഡിവൈൻ സിംഗർ ആണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ഈ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വന്നിരിക്കുന്നത്, അതും കെന്ന ഷോയില്. ഞാൻ ഏറെ ബഹുമാനപൂർവ്വം സ്നേഹത്തോടെ കൂടെ തന്നെ ആ കലാകാരിയെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഏവരെയും സ്വന്തം മലയാളികളുടെ ഫേവറേറ്റ് മിൻമിനി ചേച്ചിയാണ്. നമസ്കാരം ചേച്ചി. നമസ്കാരം. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഞാൻ ചേച്ചിയുടെ ഡിവൈൻ സിംഗർ എന്ന് പറയാൻ കാരണം ചേച്ചിയുടെ ഒരുപാട് ദൈവത്തിന്റെ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമാണ്. പിന്നെ എന്താ പറയാ, ഒരു ഡിവൈൻ ടച്ച് ആണ് ചേച്ചിയുടെ ആ ഒരു പാട്ടിൽ. നമ്മൾ തന്നെ അത് കേൾക്കുമ്പോ തന്നെ ഇങ്ങനെ കരഞ്ഞു പോകുന്നു. ഭയങ്കര ഇമോഷണൽ ആണ് ഓരോ സോങ്സും. അപ്പൊ കെന്ന ഷോയിലേക്ക് സ്വാഗതം. താങ്ക് യു സോ മച്ച്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? നല്ല വിശേഷം, സുഖായിരിക്കുന്നു. ഞാൻ ചേച്ചിനെ പറ്റി ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഞാൻ ഫസ്റ്റില് എങ്ങനെ ഇത് കേട്ടെന്ന് അറിയോ? ഞാൻ ഒരു റിയാലിറ്റി ഷോ, ഒരു സാറ്റലൈറ്റ് ചാനൽ റിയാലിറ്റി ഷോയ്ക്ക് പോയപ്പോ ചിന്ന ചിന്ന ആസ ഇട്ടു. അപ്പൊ ഇത് പാടിയത് ആരാണ് എന്നായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ എനിക്കത് പെട്ടെന്ന് ടെൻഷൻ. കാരണം ഇത് ഞാൻ ആ പാട്ടിൽ ഞാൻ പെർഫോമും ചെയ്തു, എന്നിട്ട് എനിക്ക് ഓപ്ഷൻസ് ഇല്ല. ഇത് ഞാൻ തന്നെ ഉത്തരം പറയണം. അപ്പൊ എനിക്ക് ഈ പേര് കിട്ടുന്നില്ല. ഇത് ആരാണോ പാടിയെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോ അപ്പം എന്റെ അച്ഛനെ വിളിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഫാദർ വന്നിട്ട് മിൻമിനിയാണ് പാടിയത് ഇങ്ങനെ പറഞ്ഞ് എനിക്ക് 5000 രൂപ. ഞാൻ കാരണം 5000 രൂപ. അയ്യോ അതെ. അപ്പൊ ഞാൻ എവിടെ ചെന്ന മറക്കാത്ത, കാരണം എന്റെ ഫസ്റ്റ് റിയാലിറ്റി ഷോ ആയിരുന്നു. ഞാൻ കോളേജ് ടൈമിലൊക്കെ പഠിക്കുമ്പോഴായിരുന്നു. അപ്പോഴാണ് ഞാൻ മിൻമിനി ചേച്ചി സെർച്ച് ചെയ്ത് കുറെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയത്. കാരണം അതെന്റെ ലാസ്റ്റ് ഒരു കച്ചത്തുരുമ്പായിരുന്നു. അപ്പൊ ചോദിച്ചത് ആരാ പാടിയെന്നൊക്കെ നമ്മുടെ ഓപ്ഷൻസിൽ നാവിന് തുമ്പത്തുണ്ട്, പക്ഷെ ഇത് കിട്ടുന്നില്ല. അങ്ങനെയാണ് ഞാൻ ചേച്ചിനെ പറ്റി ആദ്യമായിട്ട് അറിയാൻ തുടങ്ങിയത്. കൊള്ളാം. 5000 രൂപ കിട്ടിയില്ല? അതെ, 5000 രൂപ കിട്ടി. എങ്ങനെ പോകുന്നു നമ്മുടെ പുതിയ മ്യൂസിക് ക്ലാസ് ഒക്കെ? അല്ല, ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അഡ്മിഷൻസ് വരുന്നുണ്ട്. കുറച്ചു പേര് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. വോക്കൽ, കീബോർഡ്, ഗിറ്റാർ ഒക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു വരുന്നു. എനിക്ക് ആദ്യം തന്നെ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തതിന് മുന്നേ ചേച്ചി പാടിയ ദൈവം എന്നെ യേശു നീ എന്നെ മറന്നു എന്ന് പറഞ്ഞൊരു സോങ് ഇല്ലേ? നീ എന്നെ മറന്നോ നാദ സോങ്. അതൊന്നും പാടി എനിക്കത് കേൾക്കണം ഭയങ്കര ആഗ്രഹം. നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ തുടങ്ങാം. നീ എന്നെ മറന്നോ നാഥ, എൻ ഹൃദയം ഉരുകുന്നു ദേവാ. നീ എന്നെ മറന്നോ നാഥ, എൻ ഹൃദയം ഉരുകുന്നു ദേവാ.
നീ എന്നെ മറന്നു നാഥ, എൻ ഹൃദയം ഉരുകുന്നു ദേവാ. താങ്ക് യു ചേച്ചി. ചേച്ചി ഭയങ്കര ദൈവത്തിനോട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്താ പറയാ, ഇപ്പൊ വീട്ടിൽ വരുമ്പോ തന്നെ ഒരു ദൈവത്തിന് കൊടുക്കുന്ന ഒരു സ്പേസ് ഭയങ്കര ആൾക്കാരൊക്കെ പോലെ. എത്രത്തോളം ആണ് ചേച്ചിയുടെ ഈ മോശ സമയങ്ങളിൽ, നമുക്കൊക്കെ പല തകർച്ചകളും മോശ സമയങ്ങളൊക്കെ വരുമ്പോ നമ്മളെപ്പോഴും ചോദിക്കാറുണ്ട്, എന്റെ യേശു നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്ത, അല്ലെങ്കിൽ എന്തുകൊണ്ട് കേൾക്കുന്നത്, എപ്പോഴെങ്കിലും ചേച്ചിയുടെ ജീവിതത്തിൽ ചേച്ചി ചോദിച്ചിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ ചോദിച്ചിട്ടില്ല ഞാൻ, പക്ഷെ പല പാട്ടുകളും അങ്ങനെ പാടിയിട്ടുണ്ട്. ഇപ്പൊ പാടിയ പാട്ട് പോലും അങ്ങനെയാണ്. പക്ഷെ ഞാൻ എൻ്റെ ലൈഫില് ചോദ്യങ്ങൾ ചോദിച്ച സമയങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത് എൻ്റെ അറിവില്ലായ്മ ആയിരുന്നു എന്നുള്ളതും മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരിക്കലും നമ്മളെ സ്നേഹിക്കാത്ത ദൈവമല്ല നമ്മുടെ ദൈവം. അപ്പൊ അത് മനസ്സിലാക്കിയതിന് ശേഷം ചോദിച്ചിട്ടില്ല. അതിന് മുമ്പ് ഒരുപാട് വിഷമങ്ങൾ വന്ന സമയത്ത് തീർച്ചയായിട്ടും അങ്ങനത്തെ ചോദ്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമല്ലോ. നാച്ചുറലി അത് എല്ലാ മനുഷ്യർക്കും ഉള്ള ഒരു ഫേസ് ആണ്. അത് ഒരു നന്മ ഉണ്ടെങ്കിൽ ഒരു കുറച്ച് വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരു ഫേസ് ഉണ്ടാവും, എല്ലാവരുടെയും ലൈഫിലുള്ളതാണ്. എനിക്കത് കുറച്ച് കഠിനമായി പോയി എന്ന് എനിക്ക് തോന്നും. പക്ഷെ ചില മനുഷ്യരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോ എന്റെ നിസ്സാരമായിട്ടും ചിലപ്പോ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ നമുക്ക് എപ്പോഴും നമ്മുടെ വേദന വലുത് തന്നെയാണല്ലോ. നമ്മുടെ ജീവിതത്തോട് ചേർന്ന് ആ പ്രശ്നങ്ങൾ വരുമ്പോ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോ പിന്നെ എന്ത് എന്നുള്ള ചോദ്യം വരും. അപ്പോഴാണ് ഇങ്ങനത്തെ ദൈവത്തോടുള്ള ചോദ്യങ്ങളും നമ്മൾ ചോദിച്ചു പോണത്. പക്ഷെ അറിവുള്ള ഒരു കൂടെ ഉള്ളത് കൊണ്ട് കൂടുതൽ അങ്ങനെ ചോദിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. സപ്പോർട്ടിന് വേണ്ടി ആൾക്കാരുള്ളതുകൊണ്ട് ഉണ്ടായിരുന്നു. അമ്മച്ചിയും ഏറ്റവും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് അറിവുള്ളവര്, അതുപോലെ സിസ്റ്റേഴ്സ്, അച്ഛന്മാര്, അങ്ങനെ നമ്മളെപ്പോഴും നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പറ്റം ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അവരൊക്കെ നമുക്ക് നല്ല ഗൈഡൻസ് തരും. അപ്പൊ അതുകൊണ്ട് കുറെയൊക്കെ മാനസികമായിട്ട് ബലപ്പെടാനും, തകർച്ചയിലായിരുന്നുവെങ്കിലും ആ ബലത്തിലേക്ക് തിരിച്ചു വരാൻ എനിക്ക് കൂടെയുള്ളവരും എൻ്റെ ദൈവവും എൻ്റെ എന്തായിരുന്നു സപ്പോർട്ട് എന്ന് പറയാൻ പറ്റുമോ? അതിന് സപ്പോർട്ട് എന്നാണോ അതിന് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇപ്പൊ നമ്മുടെ ചാനലിൽ ചേച്ചി ആദ്യമായിരുന്ന ഞാൻ തുടക്കം മുതൽ അങ്ങ് ചോദിച്ചു പോവുകയാണ് കേട്ടോ. കാരണം നമ്മുടെ ചാനലില് ചേച്ചിനെ പോലെ ഒരു വ്യക്തിനെ എനിക്ക് എന്റെ ഷോയില് ഇന്റർവ്യൂ ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ചേച്ചിയുടെ പേര് മിൻമിനി എന്നല്ലല്ലോ? അല്ല, റോസ്ലി. റോസ്ലി. ഓക്കെ. അങ്ങനെ PJ റോസ്ലി ആയിരുന്നു. എപ്പൊ തൊട്ട് ചേച്ചി പാട്ടൊക്കെ ചെറുപ്പത്തില് പഠിക്കാൻ തുടങ്ങിയത്? കാരണം ഫാമിലി മൊത്തം അപ്പച്ചനും അമ്മച്ചൊക്കെ നല്ലോണം പാടുന്ന ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അപ്പം ചേച്ചി ഒന്ന് അല്ലെങ്കിൽ മൂളാനൊക്കെ തുടങ്ങിയത് ഏത് വയസ്സ്? മൂന്ന് വയസ്സ് മുതല് പാടുമായിരുന്നു എന്നാണ് എല്ലാരും പറയുന്നത്. പക്ഷെ ഞാനത് സത്യത്തിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നോടുള്ള സ്നേഹം കൊണ്ട് പറയണതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ അത് നിഷേധിക്കാൻ പറ്റില്ല. കാരണം ഞാൻ അത് വിശ്വസിച്ചത് എൻ്റെ മോള് ജനിച്ചപ്പോഴാണ്. എൻ്റെ മോള് ജനിച്ച അവളെ ഒരു വയസ്സ് 1.25 വയസ്സൊക്കെ ഉള്ളൂ. ആ സമയത്ത് എൻ്റെ വീട്ടിലൊരു ചേച്ചി ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞമ്മ ചേച്ചി. അവളെ ഇങ്ങനെ എണ്ണ പുരട്ടി കുളിപ്പിക്കാനൊക്കെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. അപ്പൊ കുഞ്ഞമ്മ ചേച്ചി അവളെ ഇങ്ങനെ മടിയിൽ കിടത്തിയിട്ട് നമ്മുടെ മാതാവിന്റെ ഒരു പാട്ടുണ്ട്, നിത്യസഹായ നാഥേ, നിത്യസഹായ നാഥേ പ്രാർത്ഥിക്ക ഞങ്ങൾക്കായി നീ, നിൻ മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്ക സ്നേഹനാഥേ. ഇതാണ് ശരിക്കുള്ള പാട്ട്. അപ്പൊ കുഞ്ഞമ്മ ചേച്ചി അവളെ ഇങ്ങനെ കാലിൽ കിടത്തിട്ട് വാവോ 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 ഇങ്ങനെ പാടും എപ്പോഴും. കൊച്ചതേറ്റു പാടി. ഞാൻ വണ്ടറടിച്ചു പോയി. 1.5 വയസ്സായിട്ടില്ല.
പക്ഷെ കൊച്ചാ വാവാവോ അല്ല, അവളാ ട്യൂൺ കറക്റ്റ് ആയിട്ട് പാടി. ഞങ്ങളെല്ലാരും ശരിക്കും അതിശയിച്ചു പോയ ഒരു നിമിഷമായിരുന്നു അത്. അപ്പോഴാണ് ഞാൻ ശരിയായിരിക്കും, അപ്പൊ ഞാനും 3 വയസ്സിൽ പാടിയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ വിശ്വസിച്ചു. എന്നുവെച്ചാ അത് നമ്മുടെ ബ്ലഡിലുണ്ട് ആ ഒരു, എന്താ പറയാ, ദൈവം തന്നേക്കുന്നത്. അതെ അതെ, എന്തായാലും ഉറപ്പായിട്ട് കാരണം 2 പിള്ളേർ മ്യൂസിക് കുടുംബത്തിൽ തന്നെയാണ് ജനിച്ചു വീണത്. അപ്പൊ എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ വിശ്വസിച്ചു ഞാൻ പാടിയിട്ടുണ്ട്. ഇപ്പൊ ചേച്ചി അച്ഛനെ കുറിച്ച് പറയുമ്പം എനിക്കും അത് ഭയങ്കരമായിട്ട് സിമിലാരിറ്റി തോന്നിയിട്ടുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനും വരെ ഇവന്റ് ഹോസ്റ്റിംഗ് ആയിരുന്നു എന്റെയും കരിയർ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ എല്ലാ സ്റ്റേജ് ഷോയിലും അച്ഛൻ വരിക, അപ്പന്റെ ഒപ്പം പോവുക, അപ്പം വന്നിരിക്കുക. ഇപ്പൊ ചേച്ചി എല്ലാ ഇന്റർവ്യൂസിലും പറയുന്ന കാര്യം, ചേച്ചി എവിടെ പ്രോഗ്രാമിന് പോയാലും റെക്കോർഡിംഗ് ആയിക്കോട്ടെ എപ്പോഴായാലും അപ്പനുണ്ടാവും. അപ്പൻ ലീവ് എടുത്ത്, അതൊക്കെ എനിക്ക് ഭയങ്കര കണക്കാണ്. കാരണം അപ്പന്റെ എല്ലാം മാറ്റി വെച്ചിട്ട് വേണം നമ്മളുടെ ഒപ്പം വരാനായിട്ട്. ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? എനിക്കത്, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഭയങ്കര ഒരു, ഇപ്പോഴും ഓർക്കുമ്പോൾ ഭയങ്കര ഇമോഷണൽ. കാരണം അവരുടെ എല്ലാം മാറ്റി വെച്ച് നമ്മുടെ ഒരു കലയിൽ ഇപ്പൊന്ന് വെച്ചാൽ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അത് വേറെ കാര്യം. തന്നെ പോവാൻ പേടിക്കണ്ടാത്ത അവസ്ഥയിലേക്ക്. അതെ അതെ അതെ, അന്ന് അങ്ങനെയല്ലല്ലോ. അതെ. അപ്പൊ അന്നത്തെ കാര്യം എങ്ങനെയാ? കാരണം അന്ന് ഓപ്പർച്യൂണിറ്റീസും കുറവായിരുന്നു. ഇതിലേക്ക് വരിക, ഇതിൽ നിലനിർത്തുക, ഇങ്ങനെ കൊണ്ടേ നടക്കുക എന്ന് പറഞ്ഞത് നിസ്സാര എഫേർട്ട് ഒന്നും അല്ല. അപ്പം അപ്പനെ കുറിച്ചും ആ ഒരു ജേർണി നിങ്ങളുടെ എങ്ങനെയുണ്ടായിരുന്നു? അയ്യോ, അത് ഭയങ്കര, അപ്പച്ചൻ എന്ന് പറഞ്ഞാല് ഏത് കലയായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്. അപ്പച്ചന്റെ കുഞ്ഞുനാളിൽ അപ്പച്ചൻ നാടകങ്ങളൊക്കെ ആക്ട് ചെയ്യുമായിരുന്നു. അപ്പൊ അപ്പച്ചൻ പഠിച്ചത് മൂക്കന്നൂര് അനാഥശാല സ്കൂളിലാണ്. അവിടെ ഒരു 4ാം ക്ലാസ് വരെ അപ്പച്ചൻ പഠിച്ചു കഴിഞ്ഞപ്പോ എറണാകുളത്ത് ബിഷപ്പ് അപ്പച്ചനെ ഇങ്ങനെ ബിഷപ്പ് ഹൗസിലേക്ക് കൊണ്ടുവരികയാണ്. നാടകം ആക്ട് ചെയ്തത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇവനെ ഞാൻ കൊണ്ടുപോയിക്കോളാം, ഇവനെ ഞാൻ പഠിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് അപ്പച്ചനെ എറണാകുളത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ അത് ചെറിയ പ്രായം തുടങ്ങി അപ്പച്ചൻ ബിഷപ്പ് ഹൗസിലാണ് വളർന്നത്. അപ്പൊ ആ ഒരു ഡിസിപ്ലിൻ ആളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. അച്ഛന്മാരുടെ കൂടെ വളരുമ്പോ അതിന്റെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും, പ്രെയർ ഉണ്ടാവും. എപ്പോഴും അങ്ങനെ ഒരു, എന്താ പറയാ, ഒരു ബഹളക്കാരനോ ഒരു അങ്ങനത്തെ ഒരാളല്ല അപ്പച്ചൻ. നല്ലൊരു പക്വതയുള്ള ഒരാളാണ്. അപ്പൊ ആ ഒരു പക്വത ഞങ്ങളെ വളർത്തുന്നതിലും ഞങ്ങളെ കൊണ്ടു നടക്കുന്നതിലും ഒക്കെ ഒരുപാട് അപ്പച്ചനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ മക്കളെ എങ്ങനെ കൊണ്ടു നടക്കണം, എങ്ങനെ ആയിരിക്കണം അവരെ ഗൈഡ് ചെയ്യേണ്ടതെന്നൊക്കെ നല്ല ബോധ്യമുള്ള ഒരു അപ്പച്ചനായിരുന്നു ഞങ്ങളുടെ അപ്പച്ചൻ. അപ്പൊ എവിടെ പ്രോഗ്രാമിന് പോയാലും അപ്പച്ചൻ ലീവ് എടുത്ത് വരുമ്പോ ശമ്പളം കുറയും. അതൊക്കെ വീടിനെ ബാധിക്കുന്നുണ്ടാവും. പക്ഷെ ഇതൊന്നും നമ്മളെ അറിയിക്കണില്ലല്ലോ. അപ്പൊ അപ്പച്ചന്റെ രീതിയില്, പിന്നെ അപ്പച്ചനും അമ്മച്ചിയായിട്ടുള്ള അറ്റാച്ച്മെന്റ്, അവർക്ക് വേണ്ട സമയങ്ങളൊന്നും അവർക്ക് അടുത്തിരിക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല. അതൊക്കെ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോ നമുക്ക് ഇതൊന്നും അറിയില്ലല്ലോ. അപ്പച്ചനും അമ്മച്ചിയൊക്കെ നമുക്ക് വേണ്ടി എന്താണ് ചെയ്യണേ. നമ്മള് ഒരു പാരന്റ് ആയി കഴിയുമ്പോഴാണ് സത്യത്തില് നമ്മള് മക്കളായിട്ട് നടക്കുമ്പോ, ഒരു വിവാഹിതയാകുന്നതിന് മുൻപ് വരെ നമുക്കതൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. എത്ര പേര് പറഞ്ഞു തന്നാലും അതിന്റെ ആ ഡെപ്ത് മനസ്സിലാവണമെങ്കിൽ നമ്മള് വിവാഹിതരായി, നമ്മുടെ മാരേജ് കഴിഞ്ഞ് നമ്മളൊരു ഭാര്യയായി, നമ്മളൊരു അമ്മയായി, മക്കളെ വളർത്തുമ്പോൾ ആ ഓരോ കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ റിയലൈസ് ചെയ്യുന്നത്. ഇതെല്ലാം ഇങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ സമയത്തൊന്നും ഞാൻ ഇതിനെ കുറിച്ച് ഒട്ടും വിഷമിച്ചിരുന്നില്ല. അപ്പച്ചനെ കുറിച്ച്, അപ്പച്ചൻ എപ്പോഴും എന്റെ കൂടെ ഉണ്ട്. എന്നെ ഇങ്ങനെ നോക്കിയാ ഇവിടെ അപ്പച്ചനുണ്ട്. ചില സിംഗേഴ്സ്, ഏറ്റവും അടുപ്പമുള്ള കുറെ സിംഗേഴ്സ് ഉണ്ട്. അപ്പൊ അവരിപ്പോഴും എൻ്റെ അടുത്ത് പറയും, ചേച്ചിനെ ഇങ്ങനെ നോക്കി സംസാരിക്കുമ്പോ ഇപ്പുറത്ത് ഞങ്ങൾക്ക് അപ്പച്ചനെ കാണാമെന്ന് പറയും. പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്ത് ചേച്ചിയുടെ അപ്പച്ചൻ നിൽക്കണ പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യണമെന്ന് പറയാറുണ്ട് അവര്. അപ്പൊ അത്രമാത്രം എന്നെ സ്നേഹിക്കുകയും എൻ്റെ പാട്ടിന് വേണ്ടി ജീവിച്ച അപ്പച്ചനാണ്. അല്ലേ? അല്ല, അവരുടെ സമയം
എന്ന് പറയണത് അത് അവരുടെ ജീവിതമല്ലേ. അപ്പൊ ആ ജീവിതം മൊത്തം നമുക്ക് വേണ്ടി ആണ് അവർ ജീവിച്ചതെന്നുള്ള ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുന്ന പോയിന്റ് ഉണ്ടല്ലോ. അപ്പൊ അവരെ നമ്മൾ എങ്ങനെയാണ് അവരെ എന്താണ് അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റാൻ. സോറി ചേച്ചി ഞാനും കറിയാ മോനെ. അത്രയും സ്നേഹമുള്ളൊരു അപ്പച്ചനായിരുന്നു. എനിക്കൊന്നും ചേച്ചിയുടെ പാട്ട് നിർത്തിയപ്പോ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തതും ഇത് ഞാൻ കണക്ട് ചെയ്ത് പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വിവാഹത്തിന് മുന്നേ അപ്പനായിട്ട് വരുമ്പോൾ നമ്മളെപ്പോഴും സ്ഥിരമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ അപ്പൊക്ക് ആ ബോറടി, വൺസ് ഞാൻ മാരേജ് കഴിഞ്ഞു പോയതിന് ശേഷം അപ്പൊ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒറ്റപ്പെട്ടു, അല്ലെങ്കിൽ ആ ഒരു എൻജോയ് അവരെപ്പോഴും നമ്മുടെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക. ശരിക്കും അവരത് എൻജോയ് ചെയ്തിരുന്നു. അതെ അതെ, ചേച്ചിയുടെ ആയാലും സ്റ്റേജ്, ഞാനിപ്പോ ആങ്കറിങ് ആയാലും ചേച്ചിയുടെ ആയാലും പാട്ട് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ആ ഒരു വേൾഡിൽ നിന്ന് മാറി വേറെ ഒരു ഇതിലേക്ക് അതാണ് എനിക്ക് പലതും കണക്ട്. അതെ അതെ അതെ. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കൂടെ പാടാൻ വരുന്ന സിംഗേഴ്സ്, പിന്നെ കൂടെയുള്ള മ്യൂസീഷ്യൻസ്, ഇവരുടെ ഇടയിലാണല്ലോ നമ്മുടെ ലൈഫ് മൊത്തം. എന്ന് വെച്ചാൽ ആ സമയത്ത് പഠിക്കാൻ പോണുണ്ടെങ്കിലും അത് വളരെ കുറവാ. അങ്ങോട്ടുള്ള പോക്ക് കുറവായിരുന്നു, കൂടുതലും പ്രോഗ്രാമിനായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ സമയത്ത് ഈ മ്യൂസീഷ്യന്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ ഈ അപ്പച്ചൻ എന്നെ കൊണ്ട് നടക്കുന്നതും ഇഷ്ടപ്പെടുന്നതും പാട്ടിനെ സ്നേഹിക്കുന്നതും ഒക്കെ ഇവരെല്ലാവരും അത് അനുഭവിക്കുകയാണേ. ഓരോ മ്യൂസീഷ്യൻസിനെയും അത്രയും റെസ്പെക്ട് ആയിരുന്നു എന്റെ അപ്പച്ചന്. എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ, എനിക്ക് തോന്നുന്നു 182ാമത്തെ പാട്ടും കാണാണ് റോജയിലത്തെ പാട്ട് അല്ലേ? അത് ചെന്നൈയിൽ ചെന്നതിന് ചെന്നൈ നാട്ടില് ആൾക്കാർ വിചാരിക്കുന്നത് ഇതിലൂടെയാണ്. ഞാൻ അന്ന് റിസർച്ച് ചെയ്തപ്പോ ചേച്ചിയുടെ 182 183 സോങ് ആണ് ഈ ചിന്ന ചിന്ന ആസ. അതിന് മുന്നേ 100ഓളം പാട്ടുകള് പാടി കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ ആ പാട്ടിന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഇഷ്ടവും സ്നേഹവും എല്ലാവർക്കും ഉള്ളതായിട്ട് എനിക്ക് തോന്നി. അതാണ് അത് ഞാൻ ആ പാട്ടിന് എന്താ പറയാ, അതൊരു ബ്ലെസ്ഡ് സോങ് ആണ്, അങ്ങനെയാണ് ഞാൻ പറയാ അതിന്. എന്നുവെച്ചാ അത് എനിക്കറിയില്ല മോനെ, അതിലും എത്രയോ പാട്ടുകൾ, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പാട്ടുകൾ പാടിയിട്ടുണ്ട് ഞാൻ. ഇത് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു പാട്ട് ഇത്രയും എങ്ങനെ, അത് ശരിക്കും ഒരു ബ്ലെസ്സിങ് തന്നെയാണ്. അതില് കവിഞ്ഞൊരു വാക്ക് അതിനുണ്ടോ എനിക്കറിയില്ല. അത്രമാത്രം ആ പാട്ട് എന്നെ വളർത്തി, എന്നെ സ്നേഹിച്ചു. ഇത്രയും ജനങ്ങളെ സ്നേഹിക്കാനും ഇത്രയും ജനങ്ങളുടെ പ്രാർത്ഥനകൾ കിട്ടാനും ഒക്കെ ആ പാട്ടാണ് കാരണം. ചേച്ചിനെ തമിഴിൽ ഭയങ്കര ഒരു ഫെയിം തന്നതും ആ ഒരു പാട്ടായിരുന്നു. തമിഴില് മാത്രല്ല വേൾഡ് വൈഡ് മിൻമിനി എന്ന ഒരു ഗായിക ഉണ്ട് എന്ന് ആൾക്കാർ തിരിച്ചറിഞ്ഞത് റഹ്മാൻ സാർ തന്ന ആ ഒരു അവസരത്തിലൂടെയാണ്. അതെ, ആ സോങ് കഴിഞ്ഞപ്പോ റഹ്മാൻ സാർ വലിയ ലെജൻഡറി ആകുകയും അല്ലെ, അവാർഡ്സ് സ്വീകരിക്കുകയും ഇപ്പൊ അദ്ദേഹം നമ്മളെല്ലാരും ആരാധിക്കുന്ന ഒരു വ്യക്തിയായി മാറി കഴിഞ്ഞിരിക്കുകയാണ്. റഹ്മാൻ സാറായിട്ട് ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ, വീട്ടിൽ പോവുകയും റഹ്മാൻ സാറിന്റെ അമ്മയൊക്കെ ആയിട്ട് നല്ല മെമ്മറീസ് ഇല്ലേ? അമ്മയോടാണ് കൂടുതൽ എനിക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നത്. സാറിനെ സത്യം പറഞ്ഞ സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോ മാത്രമേ ഞാൻ കാണാറുള്ളൂ. അല്ലാത്ത സമയം റെക്കോർഡിങ്ങിന് ചെല്ലുമ്പോ ആദ്യം അമ്മേനെ കാണും. അമ്മ അവിടെ ഉണ്ടാവും. ഞാൻ ചെല്ലുമ്പോ അവിടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും. ഞാൻ ചെല്ലണ സമയത്ത് കുറെ നേരം സംസാരിക്കും. എന്തൊരു സ്നേഹമായിരുന്നു അമ്മ. പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് അകത്ത് എന്നെ റെക്കോർഡിങ്ങിന് കൊണ്ടുപോവാ. അമ്മ എന്റെ കൂടെ നിന്ന് പ്രാർത്ഥിക്കും, എന്നിട്ടാണ് സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോണേ. അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. ഭയങ്കര സ്നേഹമായിരുന്നു. ഞാൻ വയ്യാണ്ടായപ്പോഴും ഏറ്റവും കൂടുതൽ വിഷമിച്ച ആൾക്കാരിൽ ഒരാൾ അമ്മയായിരുന്നു, റഹ്മാൻ സാറിന്റെ അമ്മ. ഈ ചേച്ചി ഇപ്പോഴും റഹ്മാൻ സാറൊക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ടോ? നിങ്ങൾ കോണ്ടാക്റ്റിലുണ്ടോ? സത്യം പറഞ്ഞ ഇല്ല. കാരണം നമുക്ക് ഒന്ന് പെട്ടെന്ന് പോയാൽ കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തല്ല സാറ്. നമ്മളങ്ങനെ ആഗ്രഹിക്കാനും പാടില്ല. കാരണം അവരുടെയൊക്കെ ഞാൻ പണ്ട് പോയിരുന്ന ആ ഒരു സ്വാതന്ത്ര്യത്തോടെ ആ വീട്ടിലേക്ക് ഇപ്പൊ എനിക്ക് പോകാൻ പറ്റില്ല. അവിടുത്തെ കംപ്ലീറ്റ് അറ്റ്മോസ്ഫിയർ മാറി. ഇപ്പം അന്നൊക്കെ സാറ്, അമ്മ,
ചേച്ചി അനിയത്തിമാര് അവരുള്ള ആ ഒരു സർക്കിളിലേക്കാണ് ഞാൻ ചെന്നിരുന്നത്. ഇന്നത് വളരെയധികം വളർന്നു. അപ്പൊ സാറും അതിന്റെ ഒരു എന്താ പറയാ, സാറിനും അങ്ങനെ അത് ഈസി അല്ല, അങ്ങനെ ഒരു ഈസി ആയിട്ട് കാണാവുന്ന ഒരു ദൂരത്തിലല്ല സാറ്. ചേച്ചി അത് കണക്ഷൻ വെക്കാൻ ബാക്കിലായതുകൊണ്ടാണോ അതോ ഈ 13 ഞാൻ സത്യത്തില് ബാക്കിലാണ്. ഞാൻ ആരുമായിട്ട് അങ്ങനെ ഒരു കണക്ഷൻ ഇല്ല എനിക്ക് സത്യം പറഞ്ഞ. അങ്ങനെ ഞാൻ എന്നെ വിളിച്ചാൽ ഞാൻ പോകും എന്നാ അതൊരു ഗമ കൊണ്ടോ ഒരു അഹങ്കാരം കൊണ്ടോ അല്ല. പണ്ട് തുടങ്ങി ഞാൻ അങ്ങനെയാണ്. ഇത് എനിക്ക് ഈ വർക്കുകളൊക്കെ കിട്ടിയിരുന്നത് എങ്ങനെയാണ് എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്റെ പാട്ട് കേട്ട് എന്റെ വോയിസ് ഇഷ്ടപ്പെട്ട് എന്നെ വിളിച്ചാൽ ആ പാട്ടിന് ആ വർക്കിന് ഞാൻ പോകും, പാടും, പോരും. അതിൽ കവിഞ്ഞ് അവിടെ എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും എനിക്കറിയാൻ അറിയില്ല. ഇപ്പൊ ആലോചിക്കുമ്പോ അവരൊക്കെ ആയിട്ട് കണക്ഷൻ വെക്കണായിരുന്നു അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയാണ് അല്ലെ, ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെ. അന്ന് അങ്ങനെ അല്ല മോനെ. ഇപ്പൊ ഒരു പടം ഇപ്പൊ ഇങ്ങനെ ഇത്രയും സിംഗേഴ്സ് ഉണ്ട്. അപ്പൊ ഒരു മ്യൂസിക് ഡയറക്ടർ പാട്ടുകൾ കമ്പോസ് ചെയ്ത് കഴിയുമ്പോ ഈ പാട്ട് ഇന്ന ആളെ കൊണ്ട് പാടിച്ചാൽ നന്നായിരിക്കുമെന്ന് അവർക്ക് തോന്നിയിട്ട് അവരായിരിക്കും എന്നെ വിളിക്കുക. അവരുടെ ഇൻചാർജിനോട് പറയും ഇനി എന്നെ വിളിക്ക് എന്ന് പറയും. അപ്പൊ ഞാൻ പോവും, പാട്ട്. എനിക്ക് ചേച്ചി ഒരു ദിവസമൊക്കെ 13 പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്ത ദിവസങ്ങളുണ്ടല്ലേ. അപ്പൊ തൊണ്ടയ്ക്ക് നല്ല സ്ട്രെയിൻ വരുമോ ഇങ്ങനെ 13 പാട്ട് ഇങ്ങനെ ഒരു ദിവസം തന്നെ പാടുക? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മള് വിശപ്പ്, ദാഹം ഇതൊന്നും അറിയൂല. പാട്ടിന്റെ സ്റ്റുഡിയോയിൽ എത്തിയ ഞാൻ വേറൊരു ആളാണ്. എനിക്ക് ഒന്നും ഓർമ്മ വരൂല. പുറത്തെ ഒരു കാര്യങ്ങളും ഞാൻ ഓർക്കൂല. എനിക്ക് തരുന്ന പാട്ട് ഞാൻ പഠിക്കും, ലിറിക്സ് പഠിക്കും, അതിന്റെ അർത്ഥം മനസ്സിലാക്കും, അത് ഞാൻ പാടും. അതെത്ര എന്നെ കൊണ്ട് എത്ര വൃത്തിയായിട്ട് പാടാൻ പറ്റുമോ അതുപോലെ പാടാൻ ശ്രമിക്കും. അത് കഴിഞ്ഞ് സ്റ്റുഡിയോയുടെ പുറത്തിറങ്ങുമ്പോ ആരെങ്കിലും കാണും, ഇപ്പൊ നമസ്കാരം പറയും, കാറി കയറും, വീട്ടിൽ പോകും. ഇങ്ങനെ ഇത്രയും സ്നേഹിച്ച് ഇത്രയും ഒരു 23 ഇയേഴ്സ് വരെ ഇങ്ങനെ നിറഞ്ഞ് എല്ലാ പ്രമുഖന്മാരുടെ ഒപ്പവും ലെജൻഡ് ആയിട്ട് ഇങ്ങനെ എന്താ ഒരു സ്റ്റാർ, ആ ഒരു കാലഘട്ടത്തിൽ ഭയങ്കര സ്റ്റാർ ആയിട്ട് പെട്ടെന്ന് ഒരു പ്രശ്നം വരിക, പാട്ട് നമ്മുടെ തൊണ്ടയിൽ ഏറ്റവും കൂടുതൽ വരുന്ന സ്വരങ്ങള് വരാതിരിക്കുക. അപ്പൊ അത് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നുണ്ട്, ചേച്ചി എങ്ങനെയായിരിക്കും അത് ഓവർകം ചെയ്ത്? ഇപ്പം നമ്മളെ ഏറ്റവും കൂടുതൽ കലാകാരന്മാർക്ക് എഫക്ട് ചെയ്ത് കൊറോണ ടൈം ആയിരുന്നു. ഞാൻ ചേച്ചിനെ പോലെ അത്ര വലിയ കലാകാരി അല്ലെങ്കിൽ കൂടിയും സ്റ്റേജിലൊക്കെ മൈക്ക് എടുത്ത് നമുക്ക് കൊറോണ ടൈം പറ്റുന്നില്ല, വേറെ ആൾക്കാരെ കാണാൻ പറ്റുന്നില്ല. ഞാനൊക്കെ ചുമ്മാ സ്പ്രേ കുപ്പിടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നു, കാരണം അത്രയൊരു ട്രോമ വന്നു. അപ്പം ഞാൻ ഇന്നിപ്പോ ഞാൻ പ്രിപ്പയർ ചെയ്തപ്പോ ചേച്ചിയുടെ ഓരോ ഇത് കേട്ടപ്പോ എനിക്ക് തോന്നി, ചേച്ചി എങ്ങനെയായിരിക്കും ഇത്, എങ്ങനെ സഹിക്കുന്നല്ലേ, എങ്ങനെയാണ് ചേച്ചി ഓവർകം ചെയ്തേന്ന് നോക്കുമ്പോ എനിക്ക് ഭയങ്കര എന്താ പറയാ, എനിക്ക് തന്നെ ഭയങ്കര സങ്കടമുണ്ട്. സങ്കടപ്പെട്ടിരുന്നു മോനെ, നല്ല വിഷമം ഉണ്ടായിരുന്നു. ജീവിക്കണ്ടെന്ന് തോന്നിയ സമയങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ എന്റെ ജീവിതം മുഴുവനും എനിക്ക് ഓർമ്മ വെച്ചപ്പോ തുടങ്ങി ഞാൻ പാടാണ്. എന്നുവെച്ചാ ഒരു ചെറിയ 5ാം ക്ലാസ് ഒക്കെ തുടങ്ങി ഞാൻ എപ്പോഴും പാട്ടാണ്. പഠിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞ. സ്കൂളിൽ പോയിരുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷെ ഞാൻ സ്കൂളിൽ പഠിച്ചതിലും കൂടുതൽ സമയം ഞാൻ പാട്ടാണ് പാടിയിരുന്നത്. ഇതിപ്പം റീൽസ്, ഇപ്പൊ ഞാൻ ഇന്നും കൂടെ ഒരു റീല് കണ്ട, റീൽസിലൊക്കെ ചേച്ചി കുവൈറ്റില് ഒരു സ്റ്റേജ് ഷോ ചെയ്യുമ്പോ പെട്ടെന്ന് ശബ്ദമില്ലാണ്ടായി എന്നും പറഞ്ഞു. ലണ്ടൻ. അത് സത്യമാണോ? അങ്ങനെയാണോ? പക്ഷെ അപ്പൊ എന്താ പറയാ, അപ്പോഴൊക്കെ എനിക്ക് വോയിസ് ഉണ്ടെങ്കിലും ഗ്രാജുവലി എനിക്ക് പാടാൻ പറ്റാതെ ആവുകയാണ്. പാടിക്കൊണ്ടിരിക്കും, ചിലപ്പോ 3 പാട്ടൊക്കെ കഴിയുമ്പോ ശബ്ദം പോവും. അങ്ങനെയൊക്കെ. ഇത് എന്താണ് എന്നുള്ളതൊരു വലിയ ചോദ്യചിഹ്നമായിരുന്നു. ചിലപ്പോ വീട്ടിലിരിക്കുമ്പോ നല്ല രസമായിട്ട് പാടും, മൈക്കിന്റെ മുമ്പിൽ ചെല്ലുമ്പോ പാടാൻ പറ്റില്ല. മൈക്ക് കാണുമ്പോ എനിക്ക് പറ്റൂല പാടാൻ. ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂല് ഞാൻ ഇങ്ങനെ കേട്ടതാണ്, ഇങ്ങനെ ചേച്ചി ഇളയരാജ സാറ് ഇങ്ങനെ പുറത്തുപോയി പാടരുതെന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചിക്ക് ആ ഒരു ചെറിയ പ്രായത്തില് അന്ന് മെന്റൽ ട്രോമ, ഇപ്പൊ കുറെ വേർഡ്സ്, മെന്റൽ ട്രോമ, ഡിപ്രഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ, അന്നും ചേച്ചിക്ക് ആ കാലഘട്ടത്തിൽ ഈ വേർഡ്സ് തന്നെ പരിചയമില്ല. അപ്പൊ ആ കിട്ടിയ ഒരു ഷോക്കാണ് എന്നാണോ ചേച്ചി ഇപ്പോഴും വിശ്വസിക്കുന്നത്? എന്താണ് പെട്ടെന്ന് അങ്ങനെ ശബ്ദമില്ല? അതിനെ കുറിച്ച് നമ്മൾ ഇനിയും പറഞ്ഞാൽ ഞാൻ ഇനിയും ക്രൂശിക്കപ്പെടും.
കാരണം എന്താന്നറിയോ, ഇളയരാജ സാറ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സംഗീത സംവിധായകനാണ്. എനിക്കൊരു നല്ല ലൈഫ് കാണിച്ചു തന്ന മനുഷ്യനാണ്. ഞാൻ ചെന്നൈയിൽ ചെന്ന അന്ന് മുതൽ എനിക്കൊരു 200-200ഓളം പാട്ടുകൾ ഉണ്ടാവാം. രാജാസ അത്ര അധികം നല്ല പാട്ടുകൾ തന്ന ഒരു സംഗീത സംവിധായകനാണ്. സാറിനെ ഒരിക്കലും എനിക്ക് വെറുക്കാൻ പറ്റില്ല. സാറിനോട് എനിക്ക് ഒരിക്കലും ദേഷ്യമില്ല. ഞാൻ അത്രമാത്രം ആരാധിക്കുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണത്. അപ്പൊ ആ വ്യക്തിയെ ഞാൻ ഒരിക്കലും എനിക്ക് വെറുക്കാനോ ദേഷ്യപ്പെടാനോ ഒന്നും സാധിക്കില്ല. പക്ഷെ ഞാനത് അങ്ങനെ പറഞ്ഞത് എനിക്കുണ്ടായ ഒരു ഇൻസിഡന്റ് ആണ്. മനസ്സിലായോ? ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്റെ ലൈഫ് പോയെന്നോ അങ്ങനെയൊന്നും അല്ല. എനിക്ക് വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായോ എന്നുള്ള ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമായിരുന്നു അത്. മനസ്സിലായോ? അന്ന് നമുക്ക് മാനസിക നിലയെ കുറിച്ചോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ ചിന്തയിൽ പോലും ഇല്ല. നമ്മള് ആ മേഖലയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല, നമുക്ക് അറിയില്ല അതിനെ കുറിച്ച്. അപ്പൊ ആ സമയത്ത് പല കാരണങ്ങളുണ്ട്. എന്റെ വീട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ പാട്ട് പാടണം എന്റെ വീട് കഴിയണമെങ്കിൽ. അങ്ങനെ ഒരു കുടുംബമാണ് എന്റെ. കാരണം നേരത്തെ മോള് പറഞ്ഞ അപ്പച്ചൻ ജോലി പോലും വേണ്ടെന്ന് വെച്ച് നമ്മുടെ കൂടെ നടക്കാണ്. അപ്പൊ ആ മനുഷ്യന് ജോലിക്ക് പോവാൻ പറ്റണില്ല. എന്നും വർക്കാണ് എനിക്ക്. എന്നെ സൂക്ഷിക്കാൻ വേറെ ആരാ ഉള്ളത്? വേറെ ആരുമില്ല. അപ്പച്ചൻ കൂടെ വന്നേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് അപ്പച്ചൻ സന്തത സഹചാരി എന്ന് പറഞ്ഞ പോലെ എന്റെ നിഴല് പോലെ എന്റെ കൂടെ ഉണ്ട് എന്റെ അപ്പച്ചൻ. അപ്പൊ വേറൊരു സമ്പാദ്യം അല്ലെങ്കിൽ വേറൊരു സാമ്പത്തിക വരുമാനം നമ്മുടെ വീട്ടിലില്ല. അപ്പൊ മൂത്ത ചേച്ചിയുടെ കല്യാണമൊക്കെ അപ്പച്ചൻ നന്നായിട്ട് നടത്തി. അതിനുശേഷം രണ്ടാമത്തെ ചേച്ചി, മൂന്നാമത്തെ ചേച്ചി, ഇവരുടെയൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയത് എല്ലാം എനിക്ക് വന്ന പൈസ കൊണ്ടാണ്. മനസ്സിലായോ? അങ്ങനെ ഒരു കുടുംബമാണ് എന്റെ കുടുംബം. ഞങ്ങള് 4 പെൺപിള്ളേരാണ്. അപ്പോ ഇപ്പം ഇങ്ങനെ പറയുമ്പോ ചിലർക്ക് തോന്നും ചെയ്തത് കൊണ്ട് പറയണാണെന്നൊക്കെ തോന്നും. അങ്ങനെയല്ല. ഞാൻ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയണതാണ്. ഇത് പറയണം എന്ന് ആഗ്രഹിച്ച് പറയണതും അല്ല. മനസ്സിലായ? അപ്പൊ ആ സമയത്ത് ഞാൻ ചെന്നൈയിൽ ചെന്ന്, ജനുവരിയിൽ ചെന്നു. ആ ഒക്ടോബറിൽ ദീപാവലി സമയത്ത് എന്റെ അപ്പച്ചൻ ഒരു ഹാർട്ട് പേഷ്യന്റ് ആയി മാറി. അപ്പച്ചൻ ഹാർട്ട് ഫെയിലിയർ ആണ് വരണതൊക്കെ. ആ സമയത്ത് ഒരു 4 മാസം 5 മാസം കൂടുമ്പോ എന്തായാലും അപ്പച്ചൻ ഹോസ്പിറ്റലില്ല. അപ്പോഴൊക്കെ എല്ലാ ദിവസവും എനിക്ക് റെക്കോർഡിംഗ് ആണ്. അപ്പൊ എനിക്ക് കൂട്ടിന് വരണ എന്റെ മൂന്നാമത്തെ ചേച്ചിയാണ്. അപ്പച്ചൻ ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോ അമ്മച്ചി അപ്പച്ചൻ ഹോസ്പിറ്റലിലാണ്. ആ സമയത്ത് ചേച്ചി കൂടെ വരും. ചേച്ചിക്ക് എന്റെ ഉയർച്ച താഴ്ചകളെല്ലാം കണ്ട ആളാണ് ചേച്ചി. അപ്പൊ അങ്ങനെ ഞങ്ങള് അപ്പച്ചന്റെ ഈ ചികിത്സക്ക് വേണ്ടി ഒന്നും ഒരാളുടെയും ഹെൽപ്പ് എനിക്ക് വേണ്ടി വന്നിട്ടില്ല. മീൻസ് സാമ്പത്തിക സഹായം വേണ്ടി വന്നിട്ടില്ല. എല്ലാം നമ്മള് പാടി കിട്ടുന്ന പൈസ കൊണ്ട് എനിക്ക് അതെല്ലാം മാനേജ് ചെയ്യാൻ പറ്റിയിരുന്നു അന്ന്. അപ്പൊ ബില്ല് എന്താണ് 45-ന് മേലെ ആയിരിക്കും എപ്പോഴും ബില്ല്. ചെന്നൈ ആണ് എന്ന് ഓർക്കണം. ആ കാലഘട്ടം അങ്ങനെയാണ്. അപ്പൊ അത്ര എഫേർട്ട് എടുത്ത് അന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും തുകയൊന്നും നമുക്ക് കിട്ടത്തുമില്ല. പക്ഷെ ഞാൻ പാടുന്നത് എത്രയോ പാട്ടുകൾ ഒരു ദിവസം പാടുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇൻകം ഉണ്ട് എന്റെ കയ്യില്. അപ്പൊ ഞങ്ങൾക്ക് വേറെ ചെലവുകൾ എന്താ? വീടിന്റെ വാടക കൊടുക്കണം, ഫുഡ്, പിന്നെ അപ്പച്ചന്റെ നമ്മുടെ ഡ്രസ്സ്, അപ്പച്ചന്റെ ചികിത്സ. ഇത്രേ ഉള്ളൂ അന്നത്തെ പ്രശ്നങ്ങള്. അത് ഞങ്ങൾ സുഖമായിട്ട് കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്ന അവസരത്തിലാണ് ഇങ്ങനൊരു ഇൻസിഡന്റ്, എന്റെ ശബ്ദം പോകുന്ന ആ ഒരു അവസ്ഥ വരണത്. അപ്പോ ഇഷ്ടംപോലെ ഷോസും ഉണ്ടായിരുന്നു അന്നൊക്കെ. മിക്കവാറും സിംഗപ്പൂർ, മലേഷ്യ, സിലോൺ, ലണ്ടൻ, ദുബായ്, മിഡിൽ ഈസ്റ്റ് കംപ്ലീറ്റ്, അങ്ങനെ മിക്ക മാസങ്ങളിലും തന്നെ എനിക്ക് ഷോസ് ഉണ്ടായിരുന്നു. 89 തുടങ്ങി ഞാൻ ഇങ്ങനെ ഗൾഫ് ട്രിപ്പ് പോകുന്ന ആളാണ്. അന്ന് മോൻ ജനിച്ചിട്ടുണ്ടാവില്ല അല്ലേ?
അതാ ഞാൻ പറഞ്ഞേ. ചേച്ചി പറഞ്ഞു നോക്കുന്നത് എന്റെ പാസ്പോർട്ട് എത്രാമത്തെ ആണോ, ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഞാൻ ഒരു കട്ടിങ് കണ്ടിരുന്നു, അതിന് മാത്രം പാസ്പോർട്ട് എന്റെ കയ്യിലുണ്ട്. എനിക്ക് അങ്ങനെ പറയാമെങ്കിൽ ചിത്ര ചേച്ചിക്കൊക്കെ എന്തായിരിക്കും? അത് അതൊരു അതിശയോക്തി ഒന്നല്ല അതെ ഇന്നത്തെ കാലത്ത്. അതെ അതെ അതെ. ഈ ലണ്ടനിൽ വെച്ച് ഫസ്റ്റ് ചേച്ചിക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് അപ്പൊ ചേച്ചിയുടെ മനസ്സിൽ കൂടെ അപ്പൊ എന്തെങ്കിലും, കാരണം ചേച്ചിനെ ആരാധിക്കുന്ന ഒരുപാട് വ്യക്തികൾ ചേച്ചിയുടെ പാട്ട് പാടാൻ വന്നിരിക്കുന്നു. അപ്പൊ നമ്മൾ പോലും വിചാരിക്കുന്ന ടൈമിൽ അങ്ങനെ ശബ്ദം ഇങ്ങനെ പോകുന്നു. അപ്പം ആ ടൈമിൽ ചേച്ചിയുടെ മനസ്സിൽ കൂടെ എന്തൊക്കെയാ പോയത്, എന്തായിരുന്നു സിറ്റുവേഷൻ? അതൊന്നും എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞ. ഞാൻ എന്തൊക്കെയാണ് ചിന്തിച്ചത്, പാടാൻ പറ്റണില്ല എന്നുള്ള ആ വിഷമം തന്നെ അല്ലേ. ഇതിപ്പോ ഒരു ഷോയ്ക്ക് വേണ്ടി വരും. അന്ന് ആരൊക്കെ ഉണ്ടായി? ഗൗതമി, മനോണ്ണൻ, ചിന്നി ജയന്ത്, ആച്ചിയമ്മ, മനോരമ ആച്ചി, പിന്നെ നിർമ്മല, ഇന്ദിരക്ക, ഗംഗാമരണങ്ങള്, ഇങ്ങനെ ഇവരൊക്കെ ഉണ്ട് കൂടെ. അങ്ങനെ ഒരു അവസരത്തിലാണ് സംഭവിക്കുന്നതേ. അവരൊക്കെ എന്നെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നുണ്ട് എങ്കിലും ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് എന്നെ തന്നെയാണല്ലോ, എനിക്ക് തന്നെയല്ലേ. ഞാൻ എത്ര അപ്പൊ കൂടെ ഉള്ളവർക്ക് ഇപ്പൊ ശരിയാകും എന്ന് ചിന്തിക്കാം, അല്ലെങ്കിൽ 2 ദിവസം റെസ്റ്റ് ചെയ്താൽ ശരിയാകും എന്നവർക്ക് ചിന്തിക്കാം. പക്ഷെ ഇത് ശബ്ദം വരണില്ല എന്ന് എനിക്ക് മാത്രമല്ലേ അറിയണുള്ളൂ. അതൊരു വല്ലാത്ത അവസ്ഥയാണത്. അനുഭവിക്കുന്നവർക്ക് അത് പറഞ്ഞ വാക്കുകൾ കൊണ്ട് പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല മോനെ. അത്രയും കാഠിന്യമാണ് ആ ചിന്തകളൊക്കെ. പറയാനുള്ള വാക്കുകളില്ല. അത് അങ്ങനെയാണ് ആ നാളുകളൊക്കെ കഴിഞ്ഞു പോയത്. അപ്പം ചേച്ചിയുടെ എന്താ പറയാ ശബ്ദം പോയി കഴിഞ്ഞപ്പം ജീവിതത്തിലേക്ക് വന്ന ഒരു വെളിച്ചമാണ് അല്ലെ ജോയ്സ് ഏട്ടൻ. നിങ്ങളുടെ വിവാഹം ആ ഒരു ടൈമിലായിരുന്നു നടന്നതും കാര്യങ്ങളൊക്കെ. ചേച്ചി ഒരു ഫണ്ണായിട്ട് പറഞ്ഞു ICU വെച്ചായിരുന്നു ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചിരുന്നത്. എന്റെ അച്ഛൻ അത് ഞാൻ ചിരിച്ചോണ്ട് പറഞ്ഞതേ ഉള്ളൂ. അതൊരു സത്യമാണ്. പിന്നില്ലേ ICU വെച്ചാണ് ഞാനത് പറഞ്ഞ എപ്പോഴും ICU അച്ഛന് വയ്യാണ്ട് കിടക്കുമ്പോഴാണോ അച്ഛൻ വിവാഹം നിശ്ചയിച്ചെടുത്തല്ലേ? ഓക്കെ. അപ്പൊ ആ ടൈമില് ജോയിസേട്ടന്റെ ഒരു സപ്പോർട്ട് പറയാതിരിക്കാൻ പറ്റില്ല. ചേച്ചി പല ഇന്റർവ്യൂസിലും പറഞ്ഞു. പിന്നെ ചേച്ചിനെ ഇത്ര ഇപ്പോഴും ഹാപ്പി ആയിട്ട് കാണണമെങ്കിൽ ആ ഒരു വ്യക്തി നമുക്ക് പറയാണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് ആളുടെ ഒരു ഇമ്പാക്ട്. ചേച്ചി പറഞ്ഞിട്ടുണ്ട് എന്നെ ഒരു കുഞ്ഞിനെ പോലെയായിരുന്നു ആ ടൈമിൽ നോക്കിയിരുന്നത്. കാരണം ആ ടൈമിൽ നമുക്ക് ഇമോഷൻസ് ഭയങ്കരമാവും. അപ്പൊ നമ്മളെ അത്രയും ടേക്കൺ കെയർ ചെയ്താലാണ് ചേച്ചി ഇപ്പൊ ഇരിക്കുന്ന ഈ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ജോയിസേട്ടനെ പറ്റി പറയൂ. ഇപ്പം ഓള് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, എന്തെങ്കിലും പുതിയതുണ്ടോ എന്ന് നോക്കട്ടെ. അറിയാത്ത കാര്യങ്ങൾ, ഇത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. ജോയിച്ചേട്ടനെ കുറിച്ച് പറയാനാണെങ്കിലേ, ജോയിച്ചേട്ടൻ ഒരു അസാധ്യ കീബോർഡിസ്റ്റ് ആയിരുന്നു. ആയിരുന്നു അല്ല ആണ്. എന്താ പറയാ, ഉണ്ണിച്ചേട്ടൻ, മാർക്കോസ് ചേട്ടൻ അവരോടൊപ്പമൊക്കെ ഒത്തിരി സ്റ്റേജ് ഷോസ് ചെയ്ത ആളാണ്, കീബോർഡിസ്റ്റ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ദുബായിക്ക് പോകുന്നത് ചേട്ടൻ. ദുബായി പോയി കുറച്ച് കഴിഞ്ഞ പിന്നെ ദുബായില് 92-ലാന്ന് തോന്നുന്നു പോയത്. 95-ലാണ് ഞങ്ങളുടെ മാരേജ്. ശബ്ദമില്ലാത്ത ഗായികയെ കല്യാണം കഴിച്ച ഒരാള്. അപ്പൊ ആർട്ടിസ്റ്റ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് തന്നെ ഇല്ലാതായ ഒരു ജീവിതമായിരുന്നു ഞങ്ങളുടെ. കാരണം ഞാനിങ്ങനെ എപ്പോഴും അസുഖവും അസ്വസ്ഥതകളുമായിട്ടിരിക്കുമ്പോ എന്നെ ഇട്ടിട്ട് പോകാൻ ചേട്ടന് പറ്റണ്ടേ പ്രോഗ്രാമിന്. എന്നെ നോക്കാൻ ആരും ഇല്ല വേറെ. അപ്പൊ ചേട്ടന്റെ പ്രോഗ്രാംസും ചേട്ടൻ എന്തായിരുന്നു അതൊക്കെ ചേട്ടന് മറക്കേണ്ടി വന്നു. ഉള്ളിൽ അത്രയും സ്നേഹമുള്ളവർക്ക് മാത്രമാണ് അത് മറന്ന് ഉള്ള ഒരു ജീവിതമായിരുന്നു എനിക്ക് വേണ്ടി. അതെ, സത്യം.